ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അത് അംഗീകരിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ ഇത് പിന്നീട് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് വരികയാണ്. വലിയൊരു ബാധ്യത, വലിയൊരു സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് വരുന്ന ഗുരുതരമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയും ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ട്രാപ്പായി മാറാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഇതിലെ ഇത്തരം സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണമായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ. അത് CPM ആയാലും CPI ആയാലും വളരെ ഗൗരവമായി ഈ വിഷയങ്ങൾ വിശദമായി പഠിച്ചിട്ടാണ് ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനൊക്കെ തന്നെ നേരത്തെ തയ്യാറാക്കി പാർട്ടി കോൺഗ്രസിലൊക്കെ തന്നെ അവതരിപ്പിച്ച് അത് വലിയ ചർച്ചയാക്കി അതിന്റെ പ്രമേയം അവതരിപ്പിച്ച് ഒക്കെ മുന്നോട്ട് പോയത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടി ഒരിടത്ത് സംസ്ഥാന സർക്കാരിന് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു ഗതികേടായി മാറി എന്നതാണ് എന്റെ വിലയിരുത്തൽ. പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഘടകകക്ഷികളുമായി ഒരു ധാരണയുണ്ടാക്കി അവരെ വിശ്വാസത്തിലെടുത്ത് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു.